Good afternoon, children. Yesterday's class we learned even numbers. What is an even number? The number that can be divided equally. They can be divided into pairs. That is even number. How can we identify even number? The numbers ending in 0, 2, 4, 6 and 8 are even numbers. That we learnt in the previous class. Today we are going to study odd number. What is an odd number? An odd number of object always has one left over when the objects are put into pairs. Odd number എന്ന് പറഞ്ഞാൽ നമ്മൾ pairs ആക്കുമ്പോൾ അതിനെ pairs ആക്കാൻ പറ്റില്ല. One will be a leftover. That is odd number. Understood? So, an odd number of object always has one left over when the objects are put into pairs. Let us check. നമുക്ക് ചെയ്തു നോക്കാം. Okay. Here 1, 2, 3, 4 and 5. Okay. നമുക്ക് ഇതിനെ pairs ആക്കി നോക്കാം. One pair, next pair, the one left over. Two pairs and one left over. So how many objects are there? 1, 2, 3, 4, 5. So 5 is an odd number. Okay. So an odd number of object always has one left over when the objects are put into pairs. Okay. Let us see another example. 1, 2, 3. Make into pairs. One pair is there and one left over. So how many objects are there here? 1, 2, 3. So 3 is also an odd number. We learned that 5 is an odd number. Now 3 is also an odd number. Okay, let us do another example. ഇത് ടീച്ചറെ കൂടെ നിങ്ങളും ചെയ്തു നോക്കൂ. 1, 2, 3, 4, 5, 6, 7. ടീച്ചർ 7 ഒബ്ജക്ട്സ് വരച്ചു. നിങ്ങളും വരച്ചോ? ഞാൻ വെയിറ്റ് ചെയ്യാം നിങ്ങളും വരയ്ക്കാൻ. വരച്ചോ? 7 സർക്കിൾസ് വരച്ചു. മേക്ക് ഇൻ ടു പെയർസ്. ടീച്ചർ പെയർ ആക്കാം, നിങ്ങളും പെയർ ആക്കും. നിങ്ങൾക്ക് എത്ര പെയർ കിട്ടി? ഹൗ മെനി പെയർസ് യു ഗോട്ട്? പെയർസ് ആക്കി. 7 ആണ്, നമ്മൾ പെയർസ് ആക്കി. നിങ്ങൾക്ക് എത്ര പെയറാ കിട്ടിയത്? ടീച്ചർക്ക് 3 പെയർസ് കിട്ടി. 1 ലെഫ്റ്റ് ഓവർ ഓൾസോ. അങ്ങനെയല്ലേ നിങ്ങൾക്കും കിട്ടിയത്? സോ in the case of 7, there are 3 pairs and 1 left over. So 7 is also a odd number. Okay, let us do another example. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 ഒബ്ജക്ട്സ് വരച്ചു ടീച്ചർ ഇവിടെ. ഇല്ലേ? 9 ഒബ്ജക്ട്സ് വരച്ചു. ഓക്കെ, നിങ്ങളും വരച്ചോ 9. മേക്ക് ഇൻ ടു പെയർസ്. നിങ്ങൾ ആദ്യം പെയർസ് ആക്കും, എന്നിട്ട് ടീച്ചർ ആക്കാം. ആക്കിയോ? ഹൗ മെനി പെയർസ് യു ഗോട്ട്? നിങ്ങൾക്ക് എത്ര പെയർ കിട്ടി? ടീച്ചർക്ക് 4 പെയർസ് കിട്ടി. സി 1, 2, 3, 4. 4 പെയർസ് കിട്ടി ടീച്ചർക്ക്. ആൻഡ് 1 ലെഫ്റ്റ് ഓവർ, ഒന്ന് ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ പെയറാക്കാൻ പറ്റൂ? ഇല്ല, കാരണം ഒന്നും കൂടെ ഉണ്ടെങ്കിലേ അത് പെയറാക്കാൻ പറ്റുള്ളൂ. ഇല്ല ഇവിടെ. സോ 9 ഈസ് ഓൾസോ ആൻ ഓഡ് നമ്പർ. ഓക്കെ, സോ ആൻ ഓഡ് നമ്പർ ഓഫ് ഒബ്ജെക്ട് always has one left over when the objects are put into pairs. Pairs ആക്കി നോക്കുമ്പോൾ
ഒരു ലെഫ്റ്റ് ഓവർ എന്തായാലും വരും. ഒന്ന് ബാക്കി നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ പേയേഴ്സ് ആക്കാനേ ഓഡ് നമ്പറിന് പറ്റൂ. അനദർ വൺ, ഹിയർ വൺ ഒബ്ജക്റ്റ്, ഒന്നേ ഉള്ളൂ, പേയേഴ്സ് ആക്കാൻ പോലും ഇല്ല. സോ 1 is also an odd number. Okay, so we learned that 1, 3, 5, 7 and 9 are odd numbers. നമ്മൾ പഠിച്ചല്ലോ. So an odd number is a number which cannot be put into pairs because there is a one left over. When the objects are put into pairs or when numbers are put into pairs, there will be one left over. ഒന്ന് മാത്രം ബാക്കിയായിട്ട് വേറെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ നോക്കാം. ഹിയർ 1, 2, 3, 4, 5, 6, 7, 8, 9. 9 ആക്കിയപ്പോൾ ഇവിടെ പേയേഴ്സ് അല്ല ഈക്വൽ ഗ്രൂപ്പ്സ് ആക്കി. 4ന്റെ ഒരു ഈക്വൽ ഗ്രൂപ്പ്. നെക്സ്റ്റ്, ഇൻ ദ കേസ് ഓഫ് ഈവൻ നമ്പർ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈക്വൽ ഗ്രൂപ്പ്സ് ആക്കാൻ പറ്റും. ഇവിടെ ഈക്വൽ ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ നോക്കൂ, ഒരു 1 ലെഫ്റ്റ് ഓവർ വന്നു. isn't it? So 9 is an odd number. Understood? ഇപ്പൊ നമുക്ക് ഒബ്ജക്ട്സിന്റെ കാര്യത്തിൽ മനസ്സിലായി. ഹൗ വി ഐഡന്റിഫൈ ഇൻ ദ കേസ് ഓഫ് നമ്പേഴ്സ്. നമ്പറിന്റെ കാര്യത്തിൽ വെദർ ഇറ്റ് ഈസ് an odd number or ഈവൻ നമ്പറിനെ എങ്ങനെയാ ഐഡന്റിഫൈ ചെയ്യുക? ഈവൻ നമ്പറിന്റെ കാര്യം നമ്മൾ ഇന്നലെ പഠിച്ചു. The numbers ending in 0, 2, 4, 6 and 8 are even numbers. Today we are going to study about odd number. Here all the numbers ending with 1, 3, 5, 7 and 9 are odd numbers. നമ്മൾ ഇതിനെ ഗ്രൂപ്പ് ആക്കി നോക്കി, പേയേഴ്സ് ആക്കി നോക്കി. 1, 3, 5, 7 and 9. എന്താണ്? 1 ലെഫ്റ്റ് ഓവർ വന്നു നമുക്ക്. സോ ദ നമ്പേഴ്സ് എൻഡിങ് വിത്ത് 1, 3, 5, 7 and 9 are odd numbers. For example, numbers such as 11. 11ന്റെ കാര്യത്തിൽ എൻഡിങ് നമ്പർ 1. 23 ending number 3. 35 ending number 5. 47 ending number 7. So the numbers ending with 1, 3, 5, 7 and 9 are odd numbers. Let us check with example. Okay. Here 15. In which number 15 ends? 15 starts in 1 and ends in 5. അപ്പൊ എൻഡ് ചെയ്യണ അവസാനിക്കുന്ന നമ്പർ റൈറ്റ് സൈഡില് അവസാനിക്കുന്ന നമ്പറാണ് നമ്മൾ നോക്കേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ തുടങ്ങുന്ന നമ്പർ നോക്കരുത്, റൈറ്റ് സൈഡിൽ അവസാനിക്കുന്നത്. ഹിയർ വിച്ച് ഇസ് ദ നമ്പർ 5. സോ ഹിയർ ദ നമ്പർ എൻഡ്സ് ഇൻ 5. 5 is an odd number. So 15 is an odd number. Isn't it? Next, 21. Which number comes last? Last end ചെയ്യുന്ന നമ്പർ ഏതാണ് ഇവിടെ? 1. We know that 1 is an odd number. So 21 is an odd number. Okay. Next, 47. 47 ends in 7. We know that 7 is an odd number. So 47 is an odd number. Okay. Next, 63. The number ends in 3. We know that 3 is an odd number. So 63 is an odd number. Okay. Next, 89. The number ends in 9. So we know that 9 is an odd number. So we know that 89 is an odd number. Okay. So the number ending in 1, 3, 5, 7 and 9 are odd numbers. Understood? മനസ്സിലായോ? 1, 3, 5, 7, 9 വെച്ചിട്ട് അവസാനിക്കുന്ന എല്ലാ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ് ആണ്. ഒബ്ജക്ട്സിന്റെ കാര്യത്തിൽ നമ്മൾ പഠിച്ചു പേയേഴ്സ് ആക്കാൻ പറ്റില്ല, 1 ലെഫ്റ്റ് ഓവർ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഒബ്ജക്ട്സിന്റെ കാര്യത്തിൽ. നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ആ നമ്പർ അവസാനിക്കുന്നത് 1 വെച്ചിട്ടാണോ, 3 വെച്ചിട്ടാണോ,
5 വെച്ചിട്ടാണോ 7 വെച്ചിട്ടാണോ 9 വെച്ചിട്ടാണോ എന്ന് നോക്കിയിട്ട് നമ്മൾ ആ നമ്പർ ഓഡ് നമ്പർ ആണോ ഈവൺ നമ്പർ ആണോ എന്ന് കണ്ടുപിടിക്കും. അണ്ടർസ്റ്റുഡ് ചിൽഡ്രൻ? മനസ്സിലായോ? ഓക്കെ. ഹിയർ സ്ക്വയേഴ്സ് ആർ ഗിവൺ 1 2 3 4 5 6 7. Here the number is 7. Okay, can we put into pairs? Pairs ആക്കി നോക്കാം നമുക്ക്. 1 pair, second pair and third pair, 1 left over. So, is this an odd number or even number? ഇത് odd number ആണോ even number ആണോ? Yes, it is an odd number. So, 7 is an odd number. Odd spelling എന്താണ്? O-D-D. So, 7 is an odd number. Next, here triangles are given. Let us count. 1, 2, 3, 4, 5, 6, 7, 8, 9. Here 9 triangles are there. Pairs ആക്കി നോക്കാം നമുക്ക്. First pair, second pair, third pair and fourth pair and 1 left over. ഇവിടെ ഒന്ന് ബാക്കി വന്നു ഇല്ലേ? So we know that 9 is an odd number. So we say 9 is an odd number. Understood? അപ്പൊ ഇപ്പൊ ഓഡ് നമ്പർ എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? കുറച്ച് ഒബ്ജക്ട്സ് തന്നിട്ട് അതിനെ പേയേഴ്സ് ആക്കുക. പേയേഴ്സ് ആക്കുക പറഞ്ഞാൽ 2 2 ആക്കുക. അതിനാണ് പെയർ ആക്കുക പറഞ്ഞത്. അങ്ങനെ പേയേഴ്സ് ആക്കിയ ഒന്ന് ബാക്കി വരും. അങ്ങനെയുള്ളത് എന്ത് നമ്പറാണ്? ഓഡാണ്. അങ്ങനെ കാണുന്നത് ഓഡ്. ഒന്ന് മാറി നിൽക്കണം. നമ്പേഴ്സ് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? കുറച്ച് ഷഫിൾ ചെയ്ത് കുറേ നമ്പർ തന്നിട്ടുണ്ട്. 21, 35, 46, 58 അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഓഡ് നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? The numbers ending in 1, 3, 5, 7 and 9 are odd numbers. Numbers identify ചെയ്യാനുള്ള വഴിയാണ് 1, 3, 5, 7, 9ൽ അവസാനിക്കണ എല്ലാ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ് ആണ്. Understood children? മനസ്സിലായോ? ഈസി അല്ലേ ഓഡ് നമ്പർ ആൻഡ് ഈവൺ നമ്പർ പഠിക്കാൻ? ബുദ്ധിമുട്ടില്ലല്ലോ? ഈസി ആയിട്ട് പഠിക്കാൻ പറ്റണില്ലേ നിങ്ങൾക്ക്? So listen to the video carefully and please do the work given in the assignment section. അതും കൂടെ ആവുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. Okay? Take care and stay safe. Thank you children.